പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം പരിശുദ്ധ അമ്മയും പിശാചും എന്നതാണ്. പരിശുദ്ധ അമ്മയുടെ നാമവും മധ്യസ്ഥവും പിശാചുമായുള്ള പോരാട്ടത്തിൽ വിസ്മരിക്കാവുന്നതല്ല. പരിശുദ്ധ അമ്മേനെ ആരാധിക്കുകയാണ്, കത്തോലിക്കർ ആരാധിക്കുകയാണെന്ന് ഒരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. അത് ശരിയല്ല. പരിശുദ്ധ അമ്മേനെ ആരാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ദൈവം മാതാവ് എന്ന് കത്തോലിക്കർ കരുതുന്നു, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് താനും. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് പാപമില്ല. അതുകൊണ്ട് പിശാചിന് പരിശുദ്ധ അമ്മയുടെ മേല് യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പിശാചിന്റെ വലിയ ശത്രുവാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ദൈവം സാത്താനോട് പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിനക്കും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. അതുകൊണ്ട് പിശാചിന്റെ വലിയ ശത്രുതയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. വിശുദ്ധ പീറ്റർ പറയുന്നത് യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശക്തിയുള്ള നാമം പരിശുദ്ധ അമ്മയുടെ നാമം ആണ് എന്നാണ്. പരിശുദ്ധ അമ്മയായിട്ട് പിശാചിന് പണ്ടുപോലെ ശത്രുതയാണ്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് പാപമില്ലാത്തതുകൊണ്ട് പിശാചിന് പരിശുദ്ധ അമ്മയെ തൊടാൻ സാധിക്കുകയില്ല. പിശാചിന് യാതൊരു അവകാശവും പരിശുദ്ധ അമ്മയുടെ മേലില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അത് ഒരാളിൽ നിന്ന് ഒരു പിശാചിനെ പുറത്തിയാടിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ അയാളിലുള്ള പിശാച് പുറത്തു പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എന്ത് പുറത്തു പോകുന്നില്ല. അപ്പൊ ഈ പിശാചിനെ ചാടിച്ചുകൊണ്ടിരുന്ന ആള് പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. അപ്പോൾ പെട്ടെന്ന് അയാളിലുള്ള പിശാച് പറഞ്ഞു, ആ നാമം നീ ഉച്ചരിക്കരുത്. ആ നാമം കേൾക്കുമ്പോൾ ഞാൻ പേടിച്ച് വിറയ്ക്കുകയാണ്. കാരണം നിങ്ങൾക്കുള്ള പോലെ ഒരു പരിശുദ്ധ അമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ വരുമായിരുന്നില്ല എന്ന് പിശാച് പറഞ്ഞു. പിശാച് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിശാച് നല്ല മാലാഖയായിട്ട് ദൈവം സൃഷ്ടിച്ച നല്ലൊരു മാലാഖയായിരുന്നല്ലോ പിശാചായി പോയത്. അപ്പൊ ആ നല്ല മാലാഖയായിരുന്ന സമയത്ത് മാതാവ് എന്നോടുള്ള ഭക്തി ആ മാലാഖയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ, മാതാവിനോടുള്ള അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പിശാചായി പോവുകയില്ല എന്നാണ് പിശാച പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ജപമാല ചെല്ലുന്നത് പിശാചിന് വളരെ പേടിയുള്ള ഒരു കാര്യമാണ്. വേറെ ഒരു സംഭവം ഞാൻ പറയാം. ഇതുപോലെ തന്നെ പിശാചിനെ വേറെ ഒരു സംഭവത്തിൽ പുറത്താക്കുകയായിരുന്നു. അപ്പോൾ പിശാച് പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന് ഓരോ തവണ നിങ്ങൾ ചെല്ലുമ്പോഴും അത് എൻ്റെ തലക്കെട്ട് കിട്ടുന്ന ഓരോ അടിയാണ് എന്ന്. അതുപോലെ തന്നെ പിശാച് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ ജപമാലയുടെ ശക്തി കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എൻ്റെ അന്ത്യമായേനെ എന്ന്. അതുകൊണ്ട് ഈ മാതാവിനെ കളിയാക്കുന്നവരോടും ജപമാല തെറ്റാണെന്ന് പറയുന്നവരോടും എനിക്ക് പറയാനുള്ളത്, പിശാചിനുള്ള ഈ ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം എന്നാണ്. അതുപോലെ തന്നെ കത്തോലിക്ക പൂതോച്ചവടവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിശാചിനെ ചാടിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും വലിയ ശക്തിയുണ്ട്. നിങ്ങളുടെ പിശാചിന് വളരെ ഇഷ്ടമല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് യാതൊരു ഉറക്കമൊന്നും വന്നില്ല, ചുമ്മിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ജപമാല എടുത്ത് ഒന്ന് ചൊല്ലി നോക്കിക്കേ, പെട്ടെന്ന് നമുക്ക് നല്ല ഉറക്കം വരും. ഇത് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കൊന്ത ചെല്ലുമ്പോൾ പിശാചിന് എന്തോ വലിയ അസ്വസ്ഥത വരികയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും ഓരോ കൊന്ത എങ്കിലും ചെല്ലാൻ നോക്കണം. കാരണം എന്താന്ന് വെച്ചാൽ കൊന്ത ചെല്ലുന്നവരിൽ പിശാചിന് അധികം പ്രവർത്തിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് കൊന്ത പിശാചിന് ഭയങ്കര പേടിയുള്ള, പിശാചിനെതിരെയുള്ള ഒരായുധമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാ ദിവസവും ഓരോ കൊന്തയെങ്കിലും ചെല്ലാം. അതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഒരുമട്ടുള്ള ഏത് പിശാച് ബാധയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ രക്ഷിക്കും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം.
നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.